പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 2-ാം മാസത്തിൻ്റെ 9-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 73-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങൾ എത്ര ഭംഗിയായിരുന്നാലും നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമായിരിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയോ നീതി നടത്തി തരികയോ ചെയ്യുകയില്ല. ദൈവം ആരുടെയെല്ലാം പ്രാർത്ഥന കേൾക്കുകയില്ല എന്നത് ഒരു വലിയ പഠന വിഷയമാണ്. ഏതെങ്കിലും കാര്യത്തിൽ നാം അകൃത്യം ഹൃദയത്തിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. നാം പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്കൊരു കുറ്റമറ്റ മനസാക്ഷി ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ ഒടുവിലായി പറഞ്ഞത്, മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്നാണ്. പഴയ നിയമത്തിൽ പല ജാതികളെയും ദൈവം ശിക്ഷിക്കുവാൻ കാരണമായത് അവർ പക വെച്ചുകൊണ്ട് മറ്റുള്ള ജനത്തെ വേട്ടയാടി എന്നുള്ളതാണ്. പലപ്പോഴും സഹോദരങ്ങളോട് പകവയ്ക്കുക, മാതാപിതാക്കളോട് പകവയ്ക്കുക, സ്നേഹിതരോട് പകവയ്ക്കുക, അയൽ രാജ്യങ്ങളോട് പകവയ്ക്കുക, എന്തിന് സ്വന്തം മക്കളോട് പോലും പകവയ്ക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പഴയ നിയമ കാലഘട്ടങ്ങൾ. യോസഫിനോട് സഹോദരങ്ങൾക്ക് പകയായിരുന്നു, ദാവീദിനോട് സഹോദരങ്ങൾക്ക് പകയായിരുന്നു. തൻ്റെ അമ്മയും അപ്പനും തന്നെ മറന്നുപോയെന്നും പകച്ചുവെന്നും ദാവീദ് തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി. എന്നാൽ ദൈവസന്നിധിയിൽ പകവെച്ചുകൊണ്ട് അവർ യാഗം കഴിക്കുകയും ആരാധന കൂടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം. നീതിക്കും ന്യായത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നവർ മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചാൽ ദൈവം ന്യായം നടത്തിത്തരിക തന്നെ ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, മറ്റുള്ളവരോട് ക്ഷമിക്കാത്തവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല, പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുകയില്ല. ദൈവം തൻ്റെ ദാസന്മാരിൽ കൂടെ അരുളി ചെയ്തിരിക്കുന്ന വചനം നാം നിരസിക്കുകയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിൽ നടക്കുകയും ചെയ്തിട്ട് നാം പ്രാർത്ഥിച്ചാലോ നേർച്ചകൾ കഴിച്ചിട്ടോ ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല. വചനം അനുസരിക്കാതിരിക്കുകയും ഹൃദയത്തെ വജ്രം പോലെ കടിപ്പിക്കുകയും ചെയ്തതിന് ശേഷം കൂഹി നിലവിളിച്ചാലും അലറിക്കരഞ്ഞാലും പ്രയോജനമുണ്ടാകുകയില്ല എന്ന് വചനം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ദൈവാലോചന നിരസിക്കുകയും മാനസാന്തരപ്പെടാതിരിക്കുകയും ചെയ്ത ശൗൽ രാജാവ് തൻ്റെ ജീവിതാന്ത്യത്തിൽ എത്ര തന്നെ പ്രാർത്ഥിച്ചിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അതുപോലെ മറ്റുള്ളവരോട് ആർദ്രത ഇല്ലാതെ പെരുമാറുന്നവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. കഷ്ടതയിലായിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും സഹായിക്കുവാൻ സമ്പത്തുണ്ടായിട്ടും സാധുക്കളെ സഹായിക്കുവാൻ മനസ്സില്ലാതെ ഇരിക്കുന്നവരുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുകയില്ല. കഷ്ടതയിലിരിക്കുകയാണ്, ഇവൻ എന്നോട് ഇനി അടുത്ത സ്റ്റെപ്പ് സാമ്പത്തികമായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ സഹായം ചോദിക്കും എന്ന് കരുതി എത്രയോ ദൈവദാസന്മാരുടെ ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യുന്നു, മൊബൈൽ വാട്സപ്പുകൾ ബ്ലോക്ക് ചെയ്യുന്നു. ഈ ബ്ലോക്കൊക്കെ ചെയ്തിട്ട് ദൈവസന്നിധിയിൽ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ച് യാഗം കഴിച്ച് കൺവെൻഷൻ നടത്തി വലിയ ദൈവത്തെ പ്രസാദിക്കുവാൻ പോയാൽ ദൈവം ഒരിക്കലും അത് പ്രസാദിക്കത്തില്ല, പ്രാർത്ഥന കേൾക്കത്തില്ല. അത് നിനക്കും നിന്റെ തലമുറകൾക്കും അത് ശാപമായി മാറുകയേ ഉള്ളൂ. പ്രിയ ദൈവവേദലേ, കപടമില്ലാത്ത അധരങ്ങളോടുകൂടെ നിലവിളിച്ചാൽ ദൈവം നിശ്ചയമായും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. നഥനയേൽ കപടമില്ലാത്തവനായിരുന്നു എന്ന് കർത്താവും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന വ്യക്തികളെക്കുറിച്ച്
വചനം പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കപടമില്ലാത്ത ജീവിതത്തിനും പ്രാർത്ഥനയുടെ മറുപടികൾക്കും ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കർത്താവ് തന്നെയാണ്. ലോകം കണ്ടതിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി. നിർദോഷിയുടെയും പരമാർത്ഥികളുടെയും പ്രാർത്ഥന കേൾക്കുവാനോ അവർ സഹിക്കുന്ന ന്യായത്തിന് നീതി നടത്തി കൊടുക്കുവാനോ ആരുമില്ലാതിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് അങ്ങനെയുള്ളവരോട് കരുണയുള്ളവനാണ്. ആമേൻ. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ഒരു വിധവയുടെ ന്യായമായ നിലവിളിക്ക് ന്യായം നടത്തി കൊടുക്കുവാൻ ലോകപ്രകാരമുള്ള ന്യായാധിപൻ തയ്യാറാകാതിരുന്നപ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമ ഉള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ആമേൻ. കർത്താവ് പറയുന്നു, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ആകയാൽ ഈ പ്രഭാതം കുഞ്ഞെ, നിന്റെ പ്രാർത്ഥന സ്വർഗം പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഏത് ഭാരമേറിയ വിഷയമായാലും, ഏത് സ്തോത്രം കട്ടതയേറിയ സ്തോത്രം പ്രതിസന്ധികളായാലും അതിനകത്തു നിന്നെ വിടുവിപ്പാൻ ദൈവം ശക്തനാണ്. അത് ഏത് രാജ്യത്തിലായിരിക്കട്ടെ, ഏത് സാഹചര്യത്തിലായിരിക്കട്ടെ, രാവും പകലും ദൈവത്തോട് നിലവിളിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ സ്വർഗം മറുപടി തരിക തന്നെ ചെയ്യും. പ്രിയ ദൈവത്തിലെ കപടമില്ലാത്ത നിലവിളിക്ക് ഇന്നും മറുപടിയുണ്ട്. ദൈവം ന്യായത്തിൻ്റെ ദൈവമാണ്. ആ ദൈവം ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് മറഞ്ഞിരിക്കുന്നവനല്ല. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള നിലവിളിക്ക് വേഗത്തിൽ ഉത്തരമരുളുക തന്നെ ചെയ്യും. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കട്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു എന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അതേ പ്രിയ ദൈവത്തിലെ ഈ പ്രഭാതം ഈ വചന സന്ദേശം കേൾക്കുന്ന ദൈവക്കുഞ്ഞുങ്ങളോട് പരിശുദ്ധാത്മാ പറയുന്നു, രക്ഷിക്കുന്ന കരം ഈ ദിവസങ്ങൾ വെളിപ്പെടും. പ്രാർത്ഥനയുടെ മറുപടിയുണ്ട്. ഭാരപ്പെടേണ്ട, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം കർത്താവേ, തൻ്റെ മക്കൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ സ്വർഗം വെളിപ്പെടണമേ. ഹല്ലേലൂയ. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു എന്ന് നിശ്ചയമെന്ന് സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ ഈ ദിവസങ്ങൾ നിശ്ചയമായും അങ്ങയുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ. നിരവധി പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, നിരാശയുടെ നടുവിൽ, രോഗശയ്യയുടെ നടുവിൽ, ഹോസ്പിറ്റലുകളിൽ, ഭവനങ്ങളിൽ എത്രയോ പേർ കർത്താവെ മരണത്തോട് മല്ലടിക്കുമ്പോൾ കർത്താവെ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, മാനസികമായ നിരാശകളിൽ, തലമുറയുടെ ഭാവികളെ ഓർത്ത് അവർക്ക് കർത്താവെ സ്തോത്രം നല്ല ഒരു കുടുംബജീവിതത്തെ ലഭിക്കുവാൻ വേണ്ടി എത്രയെത്ര പ്രാർത്ഥനാ വിഷയങ്ങളുമായി അപ്പച്ചാ അങ്ങയുടെ പാദപീഠത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്നു. ദൈവം വിടുവിക്കണം, പ്രാർത്ഥനയുടെ മറുപടികൾ നൽകി ആദരിക്കണം, എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കും. മഹത്വം അങ്ങെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രത്യാശയോടെ ദൈവസന്നിധിയിലായിരിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.